ആ നാത്തൂനെ അത് പറഞ്ഞില്ലല്ലോ. സുഭദ്രേച്ചിയുടെ വീടിനടുത്തേ ഇന്നൊരു ആത്മഹത്യ. ഈ നാത്തൂനെ പേടിച്ചു ഒച്ചയെടുത്ത്. ഓരോ കഥകളും പറഞ്ഞ് ചാരദേ മറക്കാതെ തലേണേരടിയിൽ ഇത്ര ഒരു ഉണ്ട കറുത്ത കരിക്കട്ട എടുത്ത് തലയ്ക്ക് വെക്കണം. ഒരു ഇരുമ്പിന്റെ തുണ്ടെടുത്ത് കയ്യിൽ ഇങ്ങനെ ഉറുക്ക പിടിക്കണം. കത്തി അയ്യോ സാറ് ആഫീസിൽ പോയില്ലേ? എന്താ നിങ്ങളുടെ ഉദ്ദേശം? എന്താ കുഞ്ഞെ? നിങ്ങളെ കണ്ട് രണ്ട് വർത്താനം പറഞ്ഞിട്ട് ഓഫീസിൽ പോകുന്ന വിചാരിച്ചിട്ട് ഞാൻ ഇവിടെ കാത്തുനിന്ന്. എന്റെ കൂടിയാ ലീലാവതിയുടെ അപ്പൂപ്പൻ ഇവിടെ കറങ്ങാടപ്പുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞോ? എന്നാലും ഇതൊത്തിരി കടന്നുപോയി കേട്ടാ, കുറച്ച് കടന്നുപോയി. നാത്തൂനൊരു പാവ, അതാ കേട്ടപ്പോ തന്നെ പേടിച്ചതേ. ഞങ്ങൾക്ക് കണ്ടപ്പോ തന്നെ ചിരിയോട് ചിരിയായിരുന്നു. ഒറ്റയ്ക്കൊരു മുറിന്ന് വേറൊരു മുറിയിലേക്ക് പോകുന്നില്ല ഇപ്പോ. ക്ഷമിക്കണം സാറേ, പിന്നെ അറിവില്ലാതെ ഞാൻ എന്തൊക്കെ പറഞ്ഞു പോയി. ലീലാവതി കുഞ്ഞിന് ഇത്രയും പേടിയുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല കേട്ടോ സാറേ. പേടിയോ? എനിക്ക് പേടിയൊന്നുമില്ല. ഇനി ഇമാതിരി എന്തെങ്കിലും കേട്ടാ അന്നത്തോടെ ഇവിടുത്തെ ജോലി മതിയാക്കേണ്ടി വരും. ഇല്ല സാറേ, ഞാനായിട്ട് ഇനി ഒരക്ഷരം കമശിമ ഒന്നും മിണ്ടൂല. ഇനി അവരോട് ഇങ്ങനെ ആവശ്യമില്ലാത്തൊന്നും സംസാരിക്കരുത്. ഇല്ല. പിന്നെ നരേട്ടാ, ഈ അപ്പൂപ്പൻ മരിച്ചു കഴിഞ്ഞ് അപ്പൊ തന്നെ ആകാശത്തേക്ക് പോയി കാണൂലേ? പാതി രാത്രി മുതൽ വെളുപ്പാങ്കാലം വരെ തത്ത പറയുന്ന പോലെ പറഞ്ഞു തന്നില്ലേ? മസ്തിഷ്കത്തിന്റെ പ്രവർത്തനം നിലയ്ക്കുന്നതാണ് മരണം. എന്താ? മസ്തിഷ്കത്തിന്റെ പ്രവർത്തനം നിലയ്ക്കുന്നതാണ് മരണം, അല്ലാതെ അപ്പൂപ്പന്റെ. ഇല്ല, എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി. വെറുതെ ചോദിച്ചതാ. സ്റ്റാർട്ടായി. തലച്ചോറിന്റെ പ്രവർത്തനം സ്തംഭിക്കുന്നതാണ് മരണം, അല്ലാതെ ആത്മാവിന്റെ. എന്നാലും ഇങ്ങനെയൊക്കെ പറയാൻ നിങ്ങൾക്ക് എങ്ങനെ മനസ്സ് വന്നു? ഞാനോട്ടോ കേട്ടോണ്ട് വരണമായിരുന്നു. ആ വായി കിടക്കുന്ന പല്ലുകളുണ്ടല്ലോ, ഇങ്ങനെ പറഞ്ഞു താഴെ കിടന്ന് ഉരുവായിരുന്നു. കുഞ്ഞെ, ഞാൻ മാപ്പ് ചോദിച്ചില്ലേ? ഞാൻ ഓർമ്മിക്കാതെ പറഞ്ഞു പോയി. താമസിച്ചു വന്നത് എന്താണെന്ന് കുഞ്ഞ് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞ് നമ്മുടെ സരളയുടെ ആത്മാവ്. വേണ്ട, ഞാൻ ഒന്നും പറയണില്ല. ഞാൻ താമസിച്ചു വന്നത് ബസ് ലേറ്റായത്. സംഗതി തീർന്നല്ല. അല്ല, അത് പറയണം. ഞങ്ങൾക്ക് ആത്മാവിനെ പേടിയൊന്നുമില്ല. ഇതിപ്പോ വെറുതെ എന്ന് കേക്കാൻ, ഈ കഥ പോലെ കേൾക്കാനാണ്. ഈ യക്ഷി കഥകളുടെ പ്രത്യേകത അതാണ്. പേടിക്കുമെങ്കിലും വീണ്ടും കേൾക്കാൻ തോന്നും. ഈ യക്ഷി സിനിമകളും അങ്ങനെയാണ്. പേടിയോടെ ഒരു കാണൽ, അതൊരു സുഖം. വേണ്ട വേണ്ട, കഥയും പറയണില്ല, കാര്യവും പറയണില്ല. നമ്മൾ വരണത് നമ്മുടെ വേല ചെയ്യണം, കാശ് വാങ്ങിക്കണം, പോണം. ശുഭ, അത്ര തന്നെ. നമ്മൾ ഇനി പ്രേതമൊന്നും വേണ്ടേ വേണ്ട. ഞാനൊന്നും ഓർമ്മിക്കാതെ പറഞ്ഞു പോയി, വിട്ടു, നിർത്തി. അല്ലല്ല, പറയണം. ഈ കഥയൊക്കെ ഒരു രസമാണ്, കഥയായിട്ട് പറയണം. അതെ, കഥയാവുമ്പോഴേ നല്ല രസമുണ്ടല്ലോ. അതെ അതെ, കഥ പറയുന്നോണ്ട് കുഴപ്പമൊന്നും ഇല്ലല്ലോ. എന്നാ പറയാം. കള്ളിയങ്കാട്ട് നീലി എന്നൊരു യക്ഷിയെ കുറിച്ച് കേട്ടിട്ടുണ്ടാ? ദേവതയായിട്ടൊക്കെ പൂജിക്കുന്നുണ്ട്. ഞങ്ങൾ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോ പാട്ടുണ്ടായിരുന്നു. കള്ളിയൻ കാട്ടിലെ നീലി എന്ന് കേൾക്കുമ്പോൾ എന്തൊരു പേടി.
നിങ്ങൾ പേടിക്കണ്ട, ഞാൻ കഥ പറയാം. തീർന്നല്ലേ? അല്ല അല്ല ചേച്ചി അങ്ങനെ പറഞ്ഞോളണം. അതെ ഒറ്റയ്ക്ക് പോവല്ലേ? എന്ത് കഥ പകുതിയിലാക്കിയിട്ട് പൊക്കളഞ്ഞു? മുഴുവനും പറയണം. അതെ അതെ ഞങ്ങക്ക് പേടിയൊന്നുമില്ല. പേടിയൊന്നുമില്ല. പറയണം. പിന്നെ എനിക്കിത് പറയാൻ തുടങ്ങുമ്പോ തന്നെ എന്റെ കൈ കടുക്കിടുക്കിടാന്ന് പറയണം. തമിഴ്നാട്ടില് നാഗർകോലിനടുത്താണ് കള്ളിയാങ്കാട്. അവിടെ പൂർണ്ണ ഗർഭിണിയായ നീലി എന്ന് പറയുന്ന ഒരു സ്ത്രീയെ അവളുടെ കാമുകൈ തലേ കല്ലെടുത്തിടിച്ചു കൊന്നു. അപ്പോ അതോടാ നീലി യക്ഷിയായി. അവള് രാത്രിയില് വെള്ള സാരി ഉടുത്ത് സുന്ദരിയായി അവള് പനേരമുട്ടില് നിൽക്കും. നമ്മുടെ നീലി വഴിയാത്രക്കാര് നടന്നു വരുമ്പോ അടുത്ത് ചെന്ന് ചുണ്ണാമ്പണ്ട എന്ന് ചോദിക്കും. പണ്ട് വെറ്റില മുറുക്കിന്റെ ഒരു സുവർണ കാലമായിരുന്നല്ലോ. ഒരു സുന്ദരി പെണ്ണ് വന്ന് ചുണ്ണാമ്പ് ചോദിക്കുമ്പോഴേ കയ്യിലില്ലെങ്കിൽ അടുത്ത കടയിൽ നിന്ന് വാങ്ങിച്ചെങ്കിലും കൊടുത്തു പോകും. അപ്പൊ നീലി ചുണ്ണാമ്പ് ചോദിക്കുമ്പോ ആളുകൾ ചുണ്ണാമ്പ് നീട്ടും. ഉടനെ നീലിയുടെ സ്വഭാവം മാറും. ഇങ്ങനെ ആകാശം മുട്ടയാകും, വളരും. വെള്ള സാരിയുടെ സ്ഥാനത്ത് തന്നെ ഇതുപോലെ ചുവപ്പ് സാരിയാവും. തേറ്റ പല്ലിന്നുണ്ടല്ലോ രക്തം ഇട്ടിങ്ങനെ വീണോണ്ടിരിക്കും. ചുണ്ണാമ്പ് നീട്ടിയവനെ പിടിച്ചോണ്ട് നേരെ പനേര മേലോട്ടൊരു പോക്ക്. അടുത്ത ദിവസം രാവിലെ കാണാൻ പനേര മൂട്ടില് എല്ലും പൊടിയും. യാത്രക്കാരന്റെ ചത യക്ഷി തിന്നിട്ടുണ്ടാവും. അയ്യോ, സുമേ, അയ്യോ, സുമേ,